ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള വെള്ളം ഏതാണ്? സംസം വെള്ളത്തെക്കാളും ബഹുമാനമേതിനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗരിച്ചു വന്ന വെള്ളത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. വിശ്വാസമില്ലാത്തവൻ പറയുന്നു അതും വേസ്റ്റാണ്. മുഅ്മിനീങ്ങളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഹുദൈബിയയിൽ ഒരു കിണറുണ്ട്. ആ കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജിറാനയിൽ ഒരു കിണറുണ്ട്. ആ കിണറിന്ന് മൂടപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. അവിടെയുമുള്ള കിണറ്റിലും ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും കുടിക്കുന്ന സൂക്ഷിക്കുന്ന സംസം വെള്ളത്തിലും അതുണ്ട്. അപ്പൊ wudu എടുത്ത് ശേഷിക്കുന്ന വെള്ളം കുടിക്കുന്നത് വലിയ ശിഫയാണ്. സംസം വെള്ളത്തിന് അല്ലാതെ തന്നെ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് ഒന്നുകൂടി ഇരട്ടിയായി വർദ്ധിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് കൊണ്ട് ഇങ്ങനെ മാന്തി ഉണ്ടാക്കിയത്. അവിടെയാണല്ലോ നീരുറവ പൊട്ടിയൊടുകിയത്. ശുദ്ധിയാക്കണമെന്ന് പലരും വാശി പിടിച്ചു. ആ കിണറിൽ പലതുമുണ്ടെന്ന്. പക്ഷേ ശുദ്ധിയാക്കാൻ ആർക്കും കഴിയുന്നില്ല. കാരണം വെള്ളം വറ്റിക്കാൻ ഏത് ഉപകരണങ്ങൾ വെച്ചിട്ടും പറ്റുന്നില്ല. അവസാനം അറബികളിൽപ്പെട്ടവർ തന്നെ പലരും പറഞ്ഞു, അല്ലാഹുവിന്റെ വെള്ളം അല്ലാഹ് തന്നെ കാത്തുകൊള്ളും, നമ്മൾ എന്ത് ശ്രമിച്ചിട്ടും നടക്കൂല. മൂടപ്പെട്ടു പോയിരുന്ന കിണറാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പിന്നീട് അത് പുതുക്കി പുനരാരംഭിച്ചു. അത് കുടിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും അത് നിലനിൽക്കുന്നു. ആ ജലാശയത്തിലുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുക്കുന്നതിന്റെ ശേഷിപ്പുണ്ട്. wudu എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കി കുടിക്കണം. ശേഷം സ്വലാത്ത് ചൊല്ലണം. അതേ, ആ സ്വലാത്ത് മറന്നുപോകാൻ പാടില്ല.